ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് എന്താ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് നിന്നാണ്. അപ്പം കല്ലുമ്മക്കായി ഞാൻ ഇന്നലെ രാത്രി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ച് കല്ലുമ്മക്കായി ബിരിയാണി ആക്കാമെന്ന്. പക്ഷേ ബിരിയാണി അരി എന്നെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, ബസ്മതി റൈസ് ആയിരുന്നു. അപ്പം ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിൽ 2.5 കപ്പ് രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 3 കപ്പ് വെള്ളം, ഇച്ചിരി നെയ്യും അതുപോലെ തന്നെ പിന്നെ പട്ടയും കറാമ്പെല്ലാം ഇട്ടിട്ട് 2 വിസിൽ വരുന്നത് വേവിച്ചു. ഇനി ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവോള ഞാൻ വഴറ്റുന്നുണ്ട്. സവോള കുറച്ച് വഴറ്റി ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് ഞാൻ തക്കാളി ഇട്ട് വഴറ്റാട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളി ഇട്ട് വഴറ്റി, തക്കാളി നല്ലോണം വഴണ്ട സമയത്താണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ കല്ലുമ്മക്കായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ കല്ലുമ്മക്കായി, നല്ല അച്ചാറിടാൻ പറ്റുന്ന ടേസ്റ്റിലുള്ള കല്ലുമ്മക്കായി ആയിരുന്നു. നല്ല ഇറച്ചി ഉണ്ടായിരുന്നു, പക്ഷെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പണിയല്ലേ കല്ലുമ്മക്കായി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാട്ടോ കല്ലുമ്മക്കായി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ഇരുന്ന് ക്ലീൻ ചെയ്ത് ഇന്നലെ രാത്രി എന്നിട്ട് എല്ലാം വൃത്തിയാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഞാൻ കറിയാക്കാമെന്ന് വെച്ചാൽ പിന്നെ ഇന്ന് രാവിലെ എന്താ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടായിരുന്നു ബിരിയാണി ആക്കുന്നത്. അപ്പം ഒരു വെറൈറ്റി വേണമല്ലോ, എന്നും ചോറും കറിയാണ്. അതുകൊണ്ട് ഞാൻ ചെന്ന് ബിരിയാണിയിലേക്ക് പിടിക്കാതെ കല്ലുമ്മക്കായി ബിരിയാണി ആക്കാമെന്ന് വെച്ചു. ഞാൻ അതിലേക്ക് ഞാൻ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. പൊടികൾ ഇട്ട് കൊടുത്ത ശേഷം, പൊടി എന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും ഞാൻ ഇടില്ല കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയാണ് കുറച്ച് കൂടുതലിടുന്നത്. മുളക് പൊടി കുറച്ചത് മക്കൾക്കെല്ലാം എരിവ് കുറക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം പച്ചമുളക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ അതിലേക്ക് കല്ലുമ്മക്കായി ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ കല്ലുമ്മക്കായി ഇട്ട് കൊടുത്തിട്ട് ഈ മസാലേനെല്ലാം വഴറ്റി അവിടെ നിന്ന് ലോ ഫ്ലെയിമിൽ ആവിയിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് വെള്ളം എത്ര പ്രാവശ്യം കഴുകിയിട്ടറിയാം കല്ലുമ്മക്കായിൻ്റെ മീൻസ് എനിക്കൊരു തൃപ്തി വരുന്നില്ല. കഴുകി പിന്നെയും കഴുകുമ്പോഴതിൻ്റെ ആ ചളിയില്ലേ, അത് ഇളകി വരുന്നതിൻ്റെ ഇടയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കഴുകി അങ്ങനെ അതൊക്കെ നല്ലോണം ചളിയും ഉണ്ടായിരുന്നു. അങ്ങനെ വൃത്തിയാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച പരിപാടി ചെയ്ത്. ഇത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്, എനിക്കൊന്നും പറ്റില്ല, ഭയങ്കര മടിയാണ് കുറേ സമയം ഇരുന്ന് വൃത്തിയാക്കാമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഇതാ കല്ലുമ്മക്കായിലിട്ട് ഇതിൽ വഴറ്റി ഇനി ആവിയിൽ വെച്ച് വേവിക്കാൻ വെക്കട്ടെ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അങ്ങനെ അതവിടെ വെച്ചു. അതൊക്കെ വെന്ത് കഴിഞ്ഞ ശേഷം എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോറിൽ ഉപ്പിടാണ്ടാണ് വേവിച്ചത്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ലാസ്റ്റ് ഉപ്പെല്ലാം ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തപ്പോൾ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഉപ്പിടാൻ മറന്നു പോയാലും പിന്നീട് ഉപ്പിട്ടാൽ ചോറ് വലിച്ചെടുക്കുന്നതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇതാ എൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്, നല്ല കിട്ടില്ല മസാലയായിരുന്നു. അങ്ങനെ ഇനിയിപ്പം അരി എനിക്കിഷ്ടമായിട്ടില്ല കേട്ടോ, ബസുമതി ആയിരുന്നു. ബിരിയാണി അരി തന്നെയാണെങ്കിൽ നല്ല രസമായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ദമ്മിലിടാൻ വേണ്ടിയിട്ടോ